നിങ്ങളുടെ ജോലിയിലെ നിലവിലെ സ്ഥിതി, പ്രധാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ, അഡ്വൈസ്. യൂണിവേഴ്സിന് നിങ്ങൾക്ക് എന്താണ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനുള്ളത്? ആദ്യമായി നിങ്ങളുടെ ജോലിയിലെ നിലവിലെ സ്ഥിതി. ജഡ്ജ്മെൻറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളോടൊരു കാര്യം ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്കുള്ള ഓഫർ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള അവസരങ്ങൾ വരുന്നത് ശ്രദ്ധിച്ചിരിക്കാൻ പറയുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ കരിയറിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാതെ അതിനോട് പൊരുത്തപ്പെട്ട് സ്വയം ഇവോൾവ് ചെയ്യുക അല്ലെങ്കിൽ സ്വയം ഡെവലപ്പ് ചെയ്യുക, അതാണ് വേണ്ടത് എന്ന് പറയുന്നു. ഈ സമയത്ത് നിങ്ങളുടെ വാല്യൂസ്, പാഷൻസ് അല്ലെങ്കിൽ ലോങ് ടേം ഗോൾസ് എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് കാണിക്കുന്നത്. ഇനി പ്രധാന വെല്ലുവിളികൾ എന്താണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് സോർട്സ് നിങ്ങൾക്ക് ഒരു വെല്ലുവിളിയായിട്ട് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് പെട്ടെന്ന് കിട്ടുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും ഏതെടുക്കണം എന്നുള്ളത്. ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് വരും, പലരും പല അഭിപ്രായങ്ങളും നിങ്ങളോട് പറയും. അപ്പോൾ നമുക്ക് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. പിന്നെ ഒരു ക്ലിയർ ഡയറക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. ഒരു അൺസർട്ടനിറ്റി, ഏത് കാര്യം അത് തിരഞ്ഞെടുക്കണം, അതിലെങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലായ്മ, അതുപോലെ വാല്യൂസും എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് അത് കാര്യങ്ങളെക്കുറിച്ചൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. അതുപോലെ വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരുമായിട്ട് നടത്തി അതിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പ്രധാന വെല്ലുവിളികൾ. അടുത്തത് അഡ്വൈസ് എന്താണെന്ന് നോക്കാം. 7 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഇത് പറയുന്നത് നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ്. എവിടെയാണ് നമ്മൾ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്നത്, എവിടെയാണ് നമ്മുടെ പരിമിതികൾ എന്നുള്ള കാര്യങ്ങൾ ആദ്യം സത്യസന്ധമായി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഒരടി പിന്നോക്കം വെച്ചതിന് ശേഷം നിങ്ങളുടെ ചുറ്റുപാടുകൾ അതിനെക്കുറിച്ച് ഒന്ന് അവെയർ ആയിരിക്കുക. എന്താണ് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഡ്രോബാക്ക്, എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് മടി എന്ന് ഒരു ആത്മവിചിന്തനം നടത്തി യഥാർത്ഥ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്താനാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് വയ്ക്കുക. നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കും. പിന്നെ ആവശ്യമില്ലാതെ നെഗറ്റീവ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വാക്കവേ ചെയ്യാനുള്ള ധൈര്യം കാണിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു മുൻഗണന കൊടുക്കണം. ഇത്രയാണ് 7 ഓഫ് സോഴ്സിൻ്റെ അഡ്വൈസ്.